ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായിട്ടുള്ള റൂമറുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് തീയതി മാറ്റുകയാണ്. റിലീസ് തീയതി ഏപ്രിൽ 5-ാം തീയതിയോ അല്ലെങ്കിൽ 7-ാം തീയതിയോ 10-ാം തീയതിയോ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വീണ്ടും ഒരു മമ്മൂട്ടി മോഹൻലാൽ യുദ്ധം തിയേറ്ററുകളിൽ നടക്കാൻ പോവുകയാണ് എന്നാണ് അറിഞ്ഞ വിവരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം 100% ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാനത് നിങ്ങളത് പറയുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ശക്തമായ റൂമറുകൾ മാത്രമാണ്. ഇത് ചിലപ്പം വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വെറും 10% മാത്രമായിരിക്കും. പക്ഷേ നമുക്കിത് നോക്കാൻ പോകുന്നത് ബസൂക്കയും എമ്പുരാൻ എന്ന് വെച്ചാൽ രണ്ട് നമ്മൾ പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കോട്ടിട്ടവനെ പൂട്ടാൻ കോട്ടിട്ടവൻ എന്ന് പറയും പോലെ നമ്മുടെ കോട്ടിട്ട എമ്പുരാനെ പൂട്ടാൻ കോട്ടിട്ട ബസൂക്ക എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ രണ്ട് സിനിമകളും ഒരേ രീതിയിലുള്ള സിനിമകളാണ്. കാരണം രണ്ടും ഫാൻ ബോയ് സിനിമകളാണ്, രണ്ടും സ്റ്റൈലിഷ് ആക്ഷൻ സിനിമകളാണ്. ഒന്ന് ഹൈ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹൈ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എന്നാൽ താരതമ്യേന ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ട് നമുക്ക് ബസൂക്കയുടെ ടീസർ നമ്മൾ കണ്ടതാണ്. ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്ന് നമ്മൾ ബസൂക്കയുടെ ടീസറിൽ കണ്ടതാണ്. അപ്പം അതുപോലത്തെ ഒരു സിനിമ മമ്മൂട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതിലും അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമ. നമുക്ക് ബിഗ് ബി എന്നൊക്കെ പറയാമെങ്കിലും ബിഗ് ബിയേക്കാൾ ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ടീസറാണ് നമുക്ക് അതിൽ കാണാൻ സാധിച്ചത്. അതിന്റെ ട്രെയിലറൊന്നും വന്നിട്ടില്ല, പക്ഷെ നമുക്ക് അതിന്റെ ടീസറിലെ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്സ് തന്നെ നമുക്ക് ഇത്രയും ഈ വയസ്സായ ഒരാളുടെ ലുക്ക് നമുക്ക് ഇത്രയും നമ്മൾ അത്ഭുതപ്പെടുത്തി പോകുന്നു. പക്ഷെ അതുപോലൊരു സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയായിരിക്കും ബസൂക്ക എന്ന് പറയുന്നത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഇപ്പുറത്ത് എമ്പുരാൻ വരുമ്പോഴത്തേക്ക് എമ്പുരാൻ അപ്പോൾ അത് പറയാൻ വേണ്ട, അതിനേക്കാളും 7 മടങ്ങ് ഹൈപ്പോട് കൂടി നിൽക്കുന്ന ഒരു സ്റ്റൈലിഷ് ആക്ഷൻ പടമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. പൃഥ്വിരാജ് മോഹൻലാൽ ഫാൻ ബോയ് ആണ്, അതുപോലെ തന്നെ ഡീനോ ഡെന്നിസ് മമ്മൂട്ടിയുടെ ഫാൻ ബോയ് ആണ്. അപ്പം രണ്ട് ഫാൻ ബോയ് സംഭവമാണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ അത് കേരളത്തിലെ തിയേറ്ററുകളിൽ പൂരപ്പറമ്പാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രണ്ട് സിനിമകളും ചിലപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ പോലും ഇതൊരു യുദ്ധക്കളത്തിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഏപ്രിൽ 5-ാം തീയതിയോ 7-ാം തീയതിയോ അല്ലെങ്കിൽ 6-ാം തീയതിയോ റിലീസ് ആവുകയാണെങ്കിൽ പോലും ഇതൊരു തിയേറ്ററിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പക്ഷെ ഇത് തോപ്പിൽ ജോപ്പൻ പോലത്തെ കോമഡി സിനിമയല്ല. നമ്മൾ പുലിമുരുകനും തോപ്പിൽ ജോപ്പനും ഒരുമിച്ചിറങ്ങിയപ്പം സംഭവിച്ചതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുള്ള സിനിമയല്ല ഇത്. നമുക്ക് മധുരരാജയും ലൂസിഫർ ഇറങ്ങിയ ആ ഒരു ടൈമിൽ ഇറങ്ങിയപ്പോൾ മധുരരാജയ്ക്ക് ലൂസിഫറിന്റെ അടുത്ത് എത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു സിനിമയുമല്ല. ഇത് രണ്ടും ഒരേ രീതിയിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ രണ്ട് സിനിമയും തമ്മിൽ മത്സരിക്കുമ്പോൾ ഏതായിരിക്കും ഒരു പടിക്കെങ്കിലും മുകളിൽ കയറുക എന്നുള്ളത് ആരാധകർക്കിടയിൽ പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്തുള്ള സിനിമകളൊന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ സിനിമകൾ എന്ന് പറയാനുള്ള സിനിമകളില്ല. കണ്ട പ്രേക്ഷകരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ സിനിമകളല്ലാതെ വേറൊരു സിനിമയും മമ്മൂട്ടി ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരേ രീതിയിലുള്ള സിനിമ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് സിനിമയായിരിക്കും ആൾക്കാർ സ്വീകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നത് വളരെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ബസൂക്കയും എമ്പുരാനും ഒരേ സമയമാണ് റിലീസെങ്കിൽ രണ്ട് പക്ഷത്തുള്ള ആരാധകർക്കും ഇതൊരു നല്ലൊരു തിയേറ്റർ വരവേൽപ്പ് അല്ലെങ്കിൽ തിയേറ്റർ ഒരു ഉത്സവം തീർക്കാനുള്ളൊരു കാലമാണ് ഇപ്പം വിഷുക്കാലം കടന്നു വരുന്നത്. കാരണം വിഷുക്കാലത്ത് രണ്ട് സിനിമകളും തിയേറ്ററിൽ കാണുമെന്നാണ് ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇപ്പം ഇതിൽ രണ്ടിലും മത്സരിച്ച് എമ്പുരാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേ രീതിയിലുള്ള സിനിമ ആയതുകൊണ്ട് പരാജയം സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബസൂക്ക പരാജയപ്പെടുകയാണെങ്കിൽ ബസൂക്കയും ഇതുപോലെ തന്നെ പരാജയം സംഭവിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 150 കോടി ബഡ്ജറ്റിൽ വരുന്നു എന്ന് അതിന്റെ ക്യാമറാമാനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എല്ലാവരും വെളിയിൽ വിട്ട കണക്കാണ്. പക്ഷെ അവര് പ്രൊഡ്യൂസർ അതിനേക്കാളും കൂടുതലാണ് പറയാനിരുന്നതെങ്കിൽ ഇത്രയും 150 കോടിയിൽ ഒതുക്കിയല്ലോ നമ്മുടെ സംവിധായകനായിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ, പുള്ളിയുടെ പേര് സുരേഷ് കുമാർ 150 കോടിയാണെന്നുള്ള സത്യം വെളിയിൽ വിട്ടു. അത് തന്നെ ഇവർ തമ്മിലുള്ളൊരു അംഗപ്പോരിനുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷേ 150 കോടി തന്നെ നമുക്ക് വെച്ചാൽ പോലും ഈ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ലാഭം ഉണ്ടാക്കണമെങ്കിൽ 450 കോടി രൂപ അല്ലെങ്കിൽ കുറഞ്ഞത് 350-400 കോടി രൂപയെങ്കിലും വേണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു 100-150 കോടി രൂപ കിട്ടിയാൽ പോലും ബസൂക്ക ലാഭം കിട്ടും. പക്ഷെ മറ്റേത് 400 കോടി രൂപ അല്ലെങ്കിൽ 400 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ട് ചെയ്താൽ മാത്രമേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ലാഭത്തിലോട്ട് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന് കൂടുതൽ സാധ്യതയും ബസൂക്ക എന്ന് പറയുന്ന സിനിമ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം ബസൂക്കയ്ക്ക് ഒരു 100 കോടി നേടിയാൽ പോലും അതിന്റെ പ്രൊഡ്യൂസറിന് എങ്ങനെ പോലും 10-35 കോടി രൂപ അല്ലെങ്കിൽ 33 കോടി രൂപ കിട്ടും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ സിനിമയ്ക്ക് ബഡ്ജറ്റ് ആയത് മൊത്തത്തിൽ 60 കോടി രൂപയാണെന്നൊക്കെ ഇതിനകത്ത് കിടക്കുന്നു. എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുണ്ട്. 60 കോടി രൂപ വെച്ചാൽ പോലും
33 കോടി രൂപ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ കിട്ടും. ബാക്കി വെറും 27 കോടി രൂപ മാത്രമേ വെളിയിലുള്ളൂ. അതെന്തായാലും ബിസിനസ്സിലും സാറ്റലൈറ്റിലും കൂടെ പിടിച്ചെടുക്കാൻ പറ്റും. കാരണം ഈ സിനിമ 100 കോടി നേടിയ സിനിമയാണെങ്കിൽ അത്രത്തോളം മാർക്കറ്റും ഉണ്ട്, അത്രത്തോളം ബിസിനസ് നടക്കും. അപ്പൊ അങ്ങനെ തന്നെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ കൈകൊള്ളാതെ പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൈകൊള്ളാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഇപ്പം ഇത്രയും വിവാദത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് അതിന് ബിസിനസ്സുകൾ നടക്കുന്നതിലും പരിമിതികളുണ്ട്. ഇത്രയും വലിയൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇപ്പം പൃഥ്വിരാജ് പോലും സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. പൃഥ്വിരാജ് ലൈക്ക പ്രൊഡക്ഷൻസിനെ കൊണ്ടുവന്ന് ഇതിനകത്ത് ചാടിച്ചത്. ഇപ്പം ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാനെ ചാടിച്ച സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ പൃഥ്വിരാജിന് പോലും ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് രാജമൗലി പടത്തിൽ. പൃഥ്വിരാജ് കിട്ടാവുന്ന ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സാധ്യതയാണ് രാജമൗലി ചിത്രത്തിൽ അഭിനയിച്ച് കഴിവ് തെളിയിക്കുക എന്നുള്ളത്. കഴിവ് തെളിയിക്കേണ്ട ആവശ്യമില്ല, കഴിവ് തെളിയിച്ച ആളാണ്. പക്ഷെ രാജമൗലി ചിത്രത്തിൽ ഒരു വേഷം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബാഹുബലി പോലുള്ളൊരു സിനിമ എടുത്ത സംവിധായകന്റെ ആ ചിത്രത്തിൽ ഒരു റോൾ കിട്ടുക, അല്ലെങ്കിൽ തന്നെ ഇത്രയും പ്രാധാന്യമുള്ളൊരു വില്ലൻ വേഷം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു നടനെന്ന നിലയിൽ യാതൊരു നടനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് നിൽക്കുന്നത്. പൃഥ്വിരാജിന് എമ്പുരാൻ സ്വന്തം ഡയറക്ട് ചെയ്ത സിനിമയാണെങ്കിൽ പോലും പൃഥ്വിരാജിന്റെ പണി കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ പൃഥ്വിരാജ് നിൽക്കുന്നത്. കാരണം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെ പൃഥ്വിരാജിന്റെ പണി എന്ന് പറഞ്ഞാൽ ഡയറക്ഷനായിരുന്നു. ഡയറക്ഷൻ വൃത്തിയാക്കി കഴിഞ്ഞു, അത് പണം കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞു പ്രൊഡ്യൂസറിന്റെ കയ്യിൽ. ഇനി പ്രൊഡ്യൂസറിന്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും ചുമതലയാണ് ഈ സിനിമയെ എങ്ങനെയെങ്കിലും ലിഫ്റ്റ് ചെയ്ത് പ്രൊമോഷൻസിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെയൊക്കെ കൊണ്ട് കരകയറ്റേണ്ടത്. അതിന് പൃഥ്വിരാജിന്റെ ചുമതല അല്ല. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ഇപ്പം നമ്മുടെ രാജമൗലി ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനാണ്. അവിടെ ഫോൺ പോലും എടുക്കാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം അവിടെ ഷൂട്ടിങ്ങിന് വരുന്നവർക്കൊന്നും ഫോൺ കൈ കൊടുക്കത്തില്ല. കാരണം അവർക്ക് സോഷ്യൽ മീഡിയയായിട്ട് യാതൊരു ഇതിലും ബന്ധം പാടില്ല എന്നാണ് രാജമൗലിയുടെ ഒരു കണക്ക്. കാരണം അത് എങ്ങനെ പ്രഭാസ് ബാഹുബലി ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞിരുന്നത് ഫോൺ പോലും കൊടുക്കത്തില്ലായിരുന്നു. കാരണം എവിടെ നിന്നും ഒരു ഫോട്ടോ പോലും ലീക്കാവാൻ പാടില്ല. അതാണ് രാജമൗലി ചിത്രത്തിന്റെ രഹസ്യം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ എമ്പുരാൻ വിജയിക്കാനുള്ള സാധ്യത വെറും 30% മാത്രമാണ്. എങ്കിൽ ബസൂക്ക് എന്ന് പറഞ്ഞ സിനിമ വിജയിക്കാനുള്ള സാധ്യത 60%. അപ്പോൾ ഈ സിനിമ ഏറ്റവും കൂടുതൽ സാധ്യത ഈ 2 സിനിമകൾ ഒരുമിച്ച് റിലീസായാൽ ഏറ്റവും കൂടുതൽ സാധ്യത വിജയിക്കാനുള്ളത് ബസൂക്കയ്ക്കാണെന്ന് ഞാൻ നിസ്സംശയം പറയും. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമന്റ് ബോക്സിലാണ്. നന്ദി, നമസ്കാരം.